ഇന്നത്തെ കൂടിക്കാഴ്ച ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്നു എന്ന മന്ത്രിയുടെ ഉറപ്പ്, അതെല്ലാം ഈ ആശാ സമരത്തെ സ്വാധീനിക്കുമെന്ന് അല്ലെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് മന്ത്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട, അതായത് കേന്ദ്ര സ്കീമാണല്ലോ ആശ, കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ആശ. അപ്പോൾ അതുകൊണ്ടാണ് നിരാഹാര സമരത്തിന് മുൻപ് നടന്ന ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ നമുക്ക് ഉന്നയിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചതും മെയിൽ അയച്ചതും 19-ാം തീയതി. അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ. നമുക്കൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആശ, അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ. അതായത് കേന്ദ്ര ഗൈഡ് ലൈനിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇക്കാര്യവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യം സംസാരിച്ചു, നൽകിയ റെപ്രസെൻറ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റി വർക്കേഴ്സ് ആക്കണം എന്നുള്ള ആവശ്യം പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ, കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ മുൻപാകെ നമ്മുടെ സംസ്ഥാനത്തെ ആശമാർക്ക് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെയും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ JP നദ്ദ, അദ്ദേഹം കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ ചുമതലയേറ്റതിന് ശേഷം ഞാൻ വന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയിലും ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ പറയുകയും ഇവിടെ നിന്ന് തന്നെ നിങ്ങളോട് ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ചർച്ചയിലും ഈ വിഷയം സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു, വളരെ പ്രാധാന്യത്തോടു കൂടി ആണ് ഈ വിഷയം വളരെ വിശദമായി സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും, ഈ നിലയിലാണ് സ്കീം എന്നുള്ളത് ആശമാരോട് അത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഈ നിലയിലാണ് കേന്ദ്ര സ്കീം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഒരു കാര്യം കൂടി, ഈ സമയത്ത് ആശമാർ പിടിവാശി ഉപയോഗിച്ച് സമരം പിൻവലിക്കണം, അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു അഭ്യർത്ഥന ഉണ്ടോ? എന്താണ് ഈ സമയത്ത് കേന്ദ്രമന്ത്രിയെ ചർച്ച നടത്തി അവരെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞ കാര്യം അവരോട് പറയുന്നു. ഈ സാഹചര്യത്തിൽ പിടിവാശിയൊക്കെ പിൻവലിച്ചുകൊണ്ട് സമരം പിൻവലിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ടോ? അല്ല, ഞാൻ 2 തവണ ആശമാരോട് ചർച്ച നടത്തിയിരുന്നു. ആ 2 ചർച്ചയിലും ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണ്. ഇതിൽ ആശമാരുടെ വിഷയത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന സ്റ്റേറ്റാണ്, എടുത്തിട്ടുള്ളതാണ്. നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെയും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മാത്രം മതിയാകും കേരളം എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു 8 വർഷക്കാലം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അടിസ്ഥാനത്തിൽ ആശമാരുടെ വിഷയം, ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇൻസെൻറ്റീവ് കൂട്ടുമ്പം സംസ്ഥാന സർക്കാർ കൂടിയാണ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓണററിയുമാണല്ലോ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നേരത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത് കേരളം തന്നെയാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 1000-ൽ നിന്ന് 7000 ആക്കുമോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെയല്ല. അത് പ്രായോഗികമായി ഇപ്പോൾ അതെന്താണ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കും. അതിൽ ഇൻസെൻറ്റീവ്സ് കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ 40% സ്റ്റേറ്റ് ആണല്ലോ വർദ്ധിപ്പിക്കുന്നത്. 100 രൂപ കൂട്ടിയാൽ 40 രൂപ കൂട്ടേണ്ടത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം പൊതുവിൽ ഉണ്ടാകണം എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ കാര്യം ബഹുമാനം, കാരണം ഇത് ഇൻസെൻറ്റീവ് ബേസ്ഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ആശമാർക്ക് 10,000 രൂപ ഉറപ്പായിട്ടും 7,000 ഓണറേറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ്, അതിൽ 3,000 രൂപ, അതിൽ 1,600 രൂപ കേന്ദ്രം, 1,400 രൂപ സംസ്ഥാനം. അപ്പോൾ 10,000 രൂപ ഉറപ്പായിട്ട് കിട്ടുമ്പോൾ 8,400 കൊടുക്കുന്നത് സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. 13,000 രൂപ കിട്ടുമ്പോൾ വീണ്ടും ഒരു 1,400 കൂടി സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത 3,000-ൽ അതിൻ്റെ 40% ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാജ്യത്ത് പൊതുവിൽ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നിലവിൽ നമ്മളാണ് ഏറ്റവും നന്നായി കൊടുത്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരു
ഒരു 60% അവർ കൂടി ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യണം 40% എന്നുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് കേന്ദ്രാവിഷ്കൃത സ്കീമാണ്. പിന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കാറ്റഗറി, ഈ വുമൻ വോളണ്ടിയർ എന്നുള്ളത്, ഒരു സന്നദ്ധ സേവനം എന്നുള്ളത് മാറി ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ആ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കേന്ദ്രം മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അക്കാര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര, കാരണം അവർ ആശുമാരുടെ ആവശ്യങ്ങളിൽ പെടുന്നത് ഇതെല്ലാമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഉന്നയിച്ചത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത്. രാജ്യത്ത് എല്ലായിടത്തും ഉള്ള ആശുമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുവിൽ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രം വളരെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മീറ്റിങ്ങിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശുമാരോട് ഇക്കാര്യം അവരെ കൂടി അവരോട് പറയണമെന്നുള്ളത് കൂടി ആ നിലയിൽ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. അല്ല, ചർച്ചയ്ക്കൊന്നും നമുക്കൊരു ചർച്ച നടത്തില്ല എന്നൊരു ഇതില്ല, ഒരു കടുംപിടുത്തമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചർച്ച നടത്താമല്ലോ. ഇപ്പോൾ ചർച്ച അല്ല, അത് നമുക്ക് നോക്കട്ടെ. ACS ഇപ്പോൾ ACS എൻ്റെ കൂടെയുണ്ട്. അതെന്താണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ INTUC ചർച്ച നടത്തണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ സമരം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ എല്ലാവരെയും കൂട്ടി ഒരു ചർച്ച നടത്തണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും കൂട്ടി അവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ചർച്ച നടത്തണം ആശമാരുടെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത്. അപ്പോൾ അവരാവശ്യപ്പെട്ട സ്ഥിതിക്ക് എല്ലാവരെയും കൂട്ടിയൊരു ചർച്ച തൊട്ടടുത്ത ദിവസം തന്നെ. INTUC ആണിപ്പോൾ ഈ ഒരു സമരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പൊതുവിലൊരു ചർച്ച നടത്തി. കാരണം ഈ 2 തവണയും സമരം നടത്തുന്ന SUCയുടെ നേതൃത്വത്തിലുള്ള ആശമാരോടാണ് നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാവരെയും ഒരു ചർച്ച നടത്തണമെന്നുള്ളത് INTUC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടി എല്ലാവരെയും കൂട്ടിയൊരു ചർച്ച നടത്തണമെന്ന് കാണുന്നുണ്ട്. ആ ചർച്ചയിൽ ഈ കാര്യം പറയും. തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. തൊട്ടടുത്ത് ഈ മാസം തുടക്കത്തിലുണ്ട്. വിഷുവിനും ഉണ്ടാവോ ഏതാ ചർച്ച? പിന്നില്ലേ, ഏതാനും 2-3 ദിവസത്തിനകം ഉണ്ടാവും.